പോഴൊക്കെ ടീമിലൊക്കെ ഇട്ടു കടിക്കൂല. കുട്ടാ തായ്ഫിന്ന് ജിദ്ദയ്ക്ക് വന്ന് ചുരമാണ് ഈ കാണുന്നത്. അവര് വഴി കണ്ട വണ്ടിയിൽ നിന്ന് എന്തോ പെട്ടിയെടുത്ത് എന്തോ എടുത്ത് കഴിക്കുന്നുണ്ട്. ഫാമിലി കേട്ടോ, എല്ലാവരും ഉണ്ട്, ആൾക്കാരൊക്കെ കൂടെ ഉണ്ട്. രസമായിരിക്കും തിരിച്ചു വരുന്ന സമയത്ത്. ദേപുട്ട് റെസ്റ്റോറൻറ്റ് ജിദ്ദ. ആദ്യമായി ജിദ്ദയിൽ വന്ന് കയറുന്നൊരു സ്ഥലം. കയറി വെക്കാം. ദേപുട്ടിൽ വന്നിട്ട് പനീർ കഴിക്കുന്ന ചേട്ടൻ. അല്ല ഓരോ ഞാൻ വെച്ചാൽ റൺമോട്ട് വല്ല സ്പിരിറ്റ് ഒക്കെ ഇരിക്കും. അല്ല എന്നിട്ടാ അതുണ്ടാവും. നമ്മള് ചോദിക്കണം സാധനമാണ്. പൊട്ട് താളി വേറെ പൊട്ടൊന്നുമില്ലേ? എന്നിട്ട് മീശ മുതൽ പൊട്ട് ജോക്കർ വേണ്ട ഏത് പണം? 7 സുന്ദര രാത്രികൾ. ജോക്കർ സിനിമ അറിയില്ല? ആ ജോക്കർ. 7 സുന്ദര രാത്രികൾ. നാടോടി മന്നൻ, സ്പാനിഷ് ചിക്കൻ പൊട്ട്, റിംഗ് മാസ്റ്റർ പൊട്ട്, കുഞ്ഞിക്കുനൻ, മാമ്പഴപ്പൊട്ട്, കുഞ്ഞിക്കൂനും പൊട്ട്. അങ്ങോട്ട് പോകുമ്പോഴേ നല്ല നേരം കുറ്റമായാലും അവിടെ വരെ പറയാനുള്ള കാര്യമാണ്. നിനക്ക് ജ്യൂസൊന്നും വേണ്ട? ലിജോ ചേട്ടൻ പറയും. ലിജോ ചേട്ടൻ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? ഞാൻ പൊറോട്ടയും പനീർ ബട്ടർ മസാല. മിഥുൻ ചേട്ടൻ എന്നിട്ട് ഓർഡർ ചെയ്ത്? സെയിം തന്നെ ഓർഡർ ചെയ്തു. സെയിം വെജിറ്റേറിയൻ. നിങ്ങൾ കല്ലുവല്ലി പുട്ട് വന്ന വഴി. പുട്ട് മലയാളികളുടെ ഇഷ്ടഭക്ഷണമാണ്. പക്ഷേ ആദ്യം ഉണ്ടാക്കിയത് നമ്മളാണെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കഴിയില്ല. തമിഴ്നാട് ആദ്യമായി പുട്ടുണ്ടാക്കിയത് ചരിത്രക്കാർ പറയുന്നു. ആയിരൂണ്ണ ഗിരിനാഥൻ തമിഴ്നാട് പുട്ടുണ്ടാക്കുന്നു. പോർച്ചുഗീസാണ് പുട്ട് കൊണ്ടുപോകണമെന്നൊരു വാദം നിലവിലുണ്ട്. പോർച്ചുഗീസ് അവർക്ക് കഴിക്കാൻ മറ്റു ഭക്ഷണം എവിടെയും ലഭ്യമായി മറ്റും ഉപയോഗിച്ചു അവർ പുട്ടുണ്ടാക്കിയത്. പുട്ടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നിരവധി വാദങ്ങൾ നിലനിൽക്കുന്നു. പുട്ടെന്നും മലയാളികളുടെ വികാരം തന്നെയാണ്. ദുബായ് വഴി ഇതാണ് പുട്ടിൻ്റെ വഴി. ഇതെന്ത് പുട്ടത്? ഇതിൽ മീശമാധവൻ ഏതാ? ഇത് മീശമാധവൻ. ആരാണ് ഇങ്ങോട്ട് തരും. നിങ്ങളുടെ അല്ല, അത് ഞങ്ങളുടെയാണ്. ഞങ്ങൾ തരില്ല.
ഇനി അടുത്തോട്ടാ റണ്ണായിരുന്നു അതാണ് താളി ഇറക്കല്ലേ കേട്ടാ. ബില്ലുണ്ടാരും ഞെട്ടരുത്. വേറെ 220. ഫുഡ് കഴിച്ചിട്ട് പോകുന്ന കുട്ടികളെ കണ്ടോ? അല്ല ഇപ്പൊ ഇവിടെ കയറണില്ലേ ലുലു? പുട്ട് എങ്ങനെ ഉണ്ടായി? ഭയങ്കര എമൗണ്ട്. വെജിറ്റേറിയൻ കഴിച്ചാൽ ലിജോ ചേട്ടൻ പറയും പുട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആണോ? നല്ലതാണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല? വയറിഞ്ഞു. എന്റെ വയറിരിക്കണുണ്ടോ? കൊടകറുമല്ലേ? ഇങ്ങനെ ഉണ്ട് ആൾക്കാർ കഴിച്ച് കണ്ട. ഒരു സ്ഥലത്ത് വന്നിട്ട് എല്ലാരും ഫോൺ നോക്കിയിരിക്കുന്നുണ്ടോ? അതെ, എല്ലാരും ഫോൺ നോക്കിയിരിക്കും. അവനാണെങ്കിൽ ഫോണില് മോറും കുത്തി വീണേക്കാണ്. അവനെ ഫോണില് മോറും കുത്തി വീണേക്കാണ്. നോക്ക്, ഇത് ജിദ്ദയുടെ തെരുവുകളാണ്. തെരുവുകള്. ഈ സ്ഥലത്തിന്റെ പേര് എന്നിട്ട് ഷറഫിയ. നമ്മൾ ആദ്യമായിട്ട് വരുന്നുണ്ട്, നമുക്ക് ഈ സ്ഥലങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഷറഫിയ. എല്ലാവരും ഫോണിൻ്റെ സ്ക്രീൻ കവറൊക്കെ ഒട്ടിച്ച് തിരിച്ചു പോവുകയാണ്. ഇനി എവിടേക്കാ പോകുന്നേ? ജ്യൂസ് കുടിക്കാൻ. ഇന്ന് തിന്നാനും കുടിക്കാൻ മാത്രമേ ഉള്ളൂ? നമ്മൾ ജ്യൂസ് കുടിച്ചിട്ടാണ്. ആ പുട്ട് നേരത്തെ പുട്ട് ഐസ്ക്രീം നിന്നാ മതിയായിരുന്നു. ശിവചേട്ടൻ ഇല്ല. നല്ല സ്ഥലങ്ങളാണോ? കഞ്ഞിപ്പുര ഹോട്ടൽ. പെർഫ്യൂം മിക്സിംഗ്. പെർഫ്യൂം മിക്സിംഗ് അതന്നെ. പിന്നല്ല, നമ്മളിതൊക്കെ കലക്കി കൊടുക്കും. അവൻറ്റിസ് ഇങ്ങനെയാണ് പെർഫ്യൂം മിക്സ് ചെയ്യുന്നത്. Would also say okay, can I just I will give you dry but you can see fresh. എല്ലാ അവന്റീസാണുള്ള. ഇങ്ങനെ പെർഫ്യൂം മിക്സ് ചെയ്യണം. ഇതിന്റെ പേര് ഡെൻഹിൽ. റെഡ്. You see, I'll make roll, huh? അയ്യോ, ഇത് ആൽക്കഹോൾ മിക്സ് ചെയ്യും. എന്താ ബാക്കിയുള്ള ഒരു ഓയിലാണ് മിക്സ് ചെയ്യണം. എന്ത് കൊടുക്കാൻ തോന്നണം. ആ ഒരു അടിപൊളി ബോട്ടിൽ കിട്ടി. അതെന്തും പ്രത്യേകത. അത് ഡെൻഹി. بس ايوه احسن سوي لي هذا شويه تاخير قوي يعني شويه تاخير يمشي. എവിടുന്നുണ്ട്?
സീൻ ചെയ്യുന്ന രസമാണ്. സീലിംഗ് അവൻ ഫോം വിളിക്കാൻ പോയട്ടോ. സീലിംഗ് അടുത്തത് ഡെക്കാത്തലാണ്. അവിടെ നിന്ന് ബാഗോ ക്യാരംസ് ബോർഡ്, കാരം ബോർഡ്, പിന്നെ ഒരു ജാക്കറ്റ് മേടിക്കണം. സെർഫിയും മേടിക്കാൻ വന്നിക്കണ കുറെ നിങ്ങൾ ഫോണിൽ നോക്കിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഷോപ്പ്, റിച്ച് ഫോർ പെർഫ്യൂം. ഞങ്ങളുടെ ഷോപ്പ് ഓണർ. ലൈനാസ് ആണോ? ഫ്ലൈഡിയിൽ 320 നീയാ. ഇവിടുത്തെ വലിയൊരു മാളാണത്. എന്താ മാള്? എടാ നിന്റെ കാലിന് ഏതാണ് ചേർന്നത്? അത് പറ്റില്ല, അതിന്റെ വലുതെടുക്ക്. കറക്റ്റ് ആണോ? എന്നാ തന്നെ എടുത്തോ, നിനക്ക് കംഫർട്ടല്ലേ? എത്രയാ? അല്ല അതല്ല, എത്ര ഇഞ്ചാ? പുറത്തുകൂടെ വട്ടാ. അടുത്ത ഡെസ്റ്റിനേഷൻ ഡെക്കാത്തലൺ. ഡെക്കാത്തലിന് കയറി എന്നിട്ട് കാരംസ് ബോർഡ് മേടിക്കും. അല്ല പിന്നെ ഡെക്കാത്തലിനെത്തി. ഡെക്കാത്തലൻ കിട്ടിയാ ദേ പോണു. അതേടാ ഇതെല്ലാം ഫ്രീറ്റ്.
ഉയ്യോ, എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് കിട്ടി. ഞാനൊരു ജാക്കറ്റ് മേടിച്ചു. ജാക്കറ്റ് സെൻട്രൽ പോയിൻറ്റിൽ. തണുപ്പൊക്കെയല്ലേ, അവൻ എന്തൊക്കെ കാര്യമായി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കല്ലേ, പോണ്ടേ, വീട്ടിൽ പോണ്ടേ. കിട്ടിയാ? കാരം ബോർഡ് മേടിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ ചേട്ടൻ കറിയടാ, ഇതിന് സങ്കടം പുറത്ത് കാണിക്കടാ. കാരം ബോർഡ് മേടിക്കാൻ വന്നവരാണ് അവർ. കാരം ബോർഡ് കൈ അടിക്കും, ഒക്കെ അടിക്കും. ബാങ്കിലുണ്ടായിപ്പോടാ. നീ കണ്ടിട്ടുണ്ടോടാ ട്രെയിൻ? കിട്ടി പോണേ. എന്റെ മോൻ തുടങ്ങാണ്. ട്രെയിൻ പോണേ. അയ്യോ, കാറാര് കോപ്പന്മാര്. സ്റ്റേഷൻ, ജിദ്ദ സ്റ്റേഷൻ. കാരംബോളിന്റെ സ്ട്രൈക്കർ തപ്പുന്ന നമ്മുടെ കാരം ബോർഡ് കാണിക്കും. ഇതാണ് ഞങ്ങളുടെ ബോർഡ്. കാരം ബോർഡ് കിട്ടി ഗൈസ്. ഞങ്ങൾ കലക്കും കുട്ടാ.